ഏവരെയും സ്വാഗതം ചാനൽ ന്യൂസിലേക്ക്. ഇന്ന് നമുക്ക് ഏറെക്കുറെ സുപരിതവും പ്രത്യേകിച്ചും മലയാളികൾക്ക് എന്നാൽ ചരിത്രപരമായി അറിയാത്ത ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കുരുമുളകും ചരിത്രവും കേട്ടിട്ട് നിങ്ങൾ അതിശയോക്തിപരമായി നെറ്റിയതും തുളിക്കേണ്ട. എല്ലാ സംഭവങ്ങൾക്കും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ, അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. വൈദേശികരായ കച്ചവടക്കാരായവർ ഇന്ത്യയിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണം തന്നെ കുരുമുളകായിരുന്നു. യൂറോപ്പിൽ ശൈത്യകാലത്തേക്ക് ശേഖരിച്ചു വച്ചിരിക്കുന്ന മത്സ്യമാംസങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപ്പും കുരുമുളക് ക്രഷ് ചെയ്ത തീരപ്പൊടിയല്ല ചതച്ചെടുത്ത കുരുമുളകും അത്യന്താപേക്ഷിതമായാലാണ് യൂറോപ്യന്മാർ സാഹസികമായൊരു യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തിയത്. അല്ലാതെ ലോകത്ത് കുരുമുളക് ലഭ്യമായ ഏക സ്ഥലം അക്കാലത്ത് മലബാറായിരുന്നു. അല്ലാതെ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരേ ഒരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ടോ ഇവിടുത്തെ അളവറ്റ സമ്പത്ത് കണ്ടിട്ടോ അല്ല അവരാരും ഇവിടെ എത്തിയതെന്ന് മനസ്സിലാക്കുക. റോമൻ ചരിത്രകാരനായിരുന്ന പ്ലീനി കുരുമുളകെ പറ്റി വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണ്: പഴമെന്ന വിധത്തിൽ ഭംഗിയോ സുഗന്ധമോ മറ്റു വിശേഷങ്ങളൊന്നുമില്ലാത്ത എരിവ് മാത്രമുള്ള കുരുമുളകിൻ്റെ ഉപയോഗം പ്രചരിച്ചത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നു. മധുരവും സുഗന്ധമുള്ള അനവധി പഴങ്ങൾ യൂറോപ്പിൽ തന്നെ ഉണ്ടല്ലോ. യമനപ്രേമി എന്നൊരു വിളിപ്പേരും യൂറോപ്യന്മാർ കുരുമുളക് നൽകിയിട്ടുണ്ട്. അത് ചരിത്രത്തിൽ എന്താണെന്നറിയില്ല. യവനന്മാരല്ല കുരുമുളക് അന്വേഷിച്ച് ഇന്ത്യയിൽ വന്നത്. അലക്സാണ്ടർ വഴി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആക്രമിച്ച് കീഴടക്കാനുള്ള വിശ്വജേതാവായി തീരാനുള്ള യാത്രയിൽ ആണ് അന്നത്തെ അതിപുരാതനമായ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് പുരാതന ഇന്ത്യയിൽ വന്നത്. എന്നാൽ യമനപ്രേമി എന്ന പേരെങ്ങനെ കിട്ടിയെന്നറിയില്ല, പക്ഷേ ചരിത്രത്തിലുണ്ട്. ഇത് പാശ്ചാത്യരിൽ പോർച്ചുഗീസുകാരും പിന്നീട് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, നെതർലൻഡുകാരൊക്കെയാണ് ഇന്ത്യയിലെത്തിയെങ്കിലും ഇത് ആരംഭത്തിൽ ഇന്ത്യയിൽ വന്നത് കുരുമുളകിന് വേണ്ടി മാത്രം, അല്ലാതെ രാജ്യം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടല്ല പോർച്ചുഗീസുകാർ വന്നത്. ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് ഇന്ന് മലയാളികൾ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്, വിദ്യാസമ്പന്നരാണ്, വിദേശ സഞ്ചാരികളാണെങ്കിലും ആവശ്യത്തിന് അറിയേണ്ടത് അറിയുന്നില്ല. പണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്, വിമർശിക്കേണ്ട കാര്യത്തിന് സമയത്ത് മൗനം പാലിക്കുകയും മൗനം പാലിക്കേണ്ട സമയത്ത് പ്രതികരിക്കുകയും ചെയ്യുന്ന വികൃത സ്വഭാവം മലയാളി. അതുകൊണ്ട് മലയാളി അറിയാത്ത ചില ചരിത്രങ്ങളാണ് ഞാൻ എൻ്റെ പല എപ്പിസോഡിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നത്. യാഥാർത്ഥ്യം തിരിച്ചു വരിക. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമാണെന്നും ഇന്ത്യയാണ് എല്ലാ കണ്ടുപിടുത്തത്തിന് കാരണമെന്നൊക്കെ ചിലർ വീമ്പിളക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ചിരിയേ വരികയുള്ളൂ. അതുകൊണ്ട് സ്വയം വിഡ്ഢികളാകാതെ നമുക്ക് സത്യത്തിലേക്ക് തിരിച്ചു വരാം. മധുരവും സുഗന്ധമുള്ള അനവധി പഴങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരു കാരണം, അന്ന് കർഷകരും യൂറോപ്യൻ കമ്പനികളുമായി ഒരു വ്യാപാരവും നേരിട്ടായിരുന്നില്ല നടത്തിയിരുന്നത്. പ്രദേശത്തെ കർഷകരുടെ കുരുമുളക് രാജാവ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് കർഷകരിൽ നിന്നും നേരിട്ട് എടുത്ത് രാജാവാണ് കമ്പനികൾക്ക് മറിച്ച് നൽകിയിരുന്നത്. വേലുത്തമ്പിയുടെയും മറ്റും കാലത്ത് കർഷകരിൽ നിന്നും കുരുമുളക് ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥരെ മുളക് മടിശീല സ്വാധ്യാകാരെന്നായിരുന്നു പറഞ്ഞിരുന്നത് തന്നെ. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ചരിത്രം നേരിട്ട് നമ്മളാരും കരുതുന്നത് പോലെ നേരിട്ട് അവർ കമ്പനിക്ക് കൊടുക്കുകയല്ലായിരുന്നു, മറിച്ച് രാജാവ് നേരിട്ട് വ്യക്തികളിൽ നിന്നും സ്വീകരിച്ചിട്ട് രാജാവ് അവർക്ക് എന്തെങ്കിലും തുക നൽകി, മറിച്ച് ഉദ്യോഗസ്ഥർക്ക് കൂടെ ആയിരുന്നു ശേഖരിച്ചുകൊണ്ടിരുന്നത്. NM നമ്പൂതിരി, PK ശിവദാസ്, DC ബുക്സ് കോട്ടയം 2009 ഇറക്കിയ പുസ്തകത്തിൽ ഇതൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വ്യാപാരം ഒരു കാലത്തും ഹൈന്ദവരുടെ കുത്തകയായിരുന്നില്ല. സിറിയ, ഈജിപ്റ്റ്, ചൈന, റോമക്കാർ തുടങ്ങിയ രാജ്യക്കാരായിരുന്നു ഇവിടെ ചരക്കുകൾ എത്തിച്ചിരുന്നതും വ്യാപാരത്തിന് വന്നിരുന്നതും. യൂറോപ്യൻ ആഗമനത്തിന് മുൻപ് അറബികളും തുടർന്ന് മുസ്ലിങ്ങളുമായിരുന്നു ഇവിടുത്തെ കച്ചവടക്കാർ. എന്നാൽ തുടർന്ന് മുസ്ലിം കച്ചവടക്കാർ അവരുടെ കച്ചവട ആധിപത്യത്തിന് കോട്ടം വരികയും തദ്ദേശീയരായ ക്രൈസ്തവർ സ്വദേശികളും വിദേശികളുമായിട്ടും നേരിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ചതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നായന്മാർ ഇവിടുത്തെ കേരളത്തിലെ പടയാളികളും ഈഴവർ തൊട്ടുള്ള ജാതികൾ അവർണരുമായതിനാൽ കച്ചവടത്തിന് മുമ്പിലെത്തിയത് ക്രൈസ്തവരായിരുന്നു. നമ്പൂതിരിക്ക് എണ്ണ തൊട്ട് കൊടുക്കാൻ മാപ്പിള അല്ലെങ്കിൽ നസ്രാണികൾ കൊണ്ടുവന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്.
കേരളത്തിൽ അത് ശേഖരിച്ചിരിക്കുന്ന വിഭവങ്ങളിൽ നിന്ന് പ്രകൃതിയാൽ പറമ്പുകളിൽ വിളന്നതല്ലാതെ കൃഷി ചെയ്തുണ്ടാക്കുന്നത് വളരെ പരിമിതമായിരുന്നു. അങ്ങനെ ലഭ്യമായത് മിക്കതും സവർണൻ്റെ പറമ്പിൽ നിന്നും തന്നെ പറിച്ചെടുക്കുന്നതായിരുന്നതിനാൽ മറ്റ് അത്യാവശ്യ സാധനങ്ങൾ ഈഴവരും മറ്റ് അവർണരിൽ നിന്നും വാങ്ങുന്നതിൻ്റെ ഇടനിലക്കാരായി അങ്ങനെ ക്രൈസ്തവർ വരികയും കേരളത്തിലെ വ്യാപാരം അവരുടെ കസ്റ്റഡിയിലാകുകയും ചെയ്തു എന്നാണ് ചരിത്രം ഓർപ്പിക്കുന്നത്. ഇപ്പോൾ കേരളവും കുരുമുളകിനും ഉള്ള ചരിത്ര യാഥാർത്ഥ്യം എന്നത് ഉത്തര കേരളത്തിൽ എല്ലാ വ്യാപാരങ്ങളും നടത്തിയിരുന്നത് തമിഴ് ചെട്ടികളായിരുന്നു. അവർ കുരുമുളക് പാകമാകുമ്പോൾ കൃഷിക്കാരോട് വാങ്ങി വിദേശീയ കച്ചവടക്കാർക്ക് വിൽക്കുകയായിരുന്നു ചെയ്തത്. കൈത്തൊഴിൽ ചെയ്യുന്നതും കച്ചവടം നടത്തുന്നതും കൃഷിയും അക്കാലത്തെ നായന്മാർക്ക് മരണതുല്യമായ മാനഹാനിയായിരുന്നതിനാൽ അവർ മറ്റു യാതൊന്നും ചെയ്യുകയില്ലായിരുന്നു. കൂലിത്തൊഴിലാളിയായി നാട്ടുരാജാക്കന്മാർക്ക് പടയാളികളായി അത് കൂലി തൊഴിലാളികളായിരുന്നു ജീവിച്ചിരുന്നത്. വർത്തകവൃത്തി കുലത്തൊഴിലായി സ്വീകരിച്ചവർ കേരളത്തിൽ അക്കാലത്തില്ലായിരുന്നു എന്നതിലാണ്. അതുകൊണ്ടാണ് തമിഴ് ചെട്ടിയാന്മാർ ഇവിടെ വന്ന് കച്ചവടം നടത്തിയതിന് കാരണം ചരിത്രം പറയുന്നത്. കാരണം ഈ അറബിയൻ കടലിൽ നിന്നും കടന്നു വന്ന ഇവർക്ക് സഞ്ചാരത്തിന് മറ്റ് വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇടത്താവളമായി മറ്റ് സ്ഥലങ്ങളിൽ പോകാൻ വിശ്രമിക്കാനും മറ്റു കപ്പലിൻ്റെ റിപ്പയറൊക്കെ ചെയ്യാനുള്ള ഉപാധിയായിരുന്നു. പിന്നീട് അത് വളർന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് അത് വ്യാപാരം വർദ്ധിക്കുകയും വലിയൊരു വളർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തുവെന്ന് ആണ് സത്യം. വിദേശീയർക്ക് ഞങ്ങൾ നൽകിയാൽ തങ്ങൾക്കും സമ്പന്നരാകാമെന്ന ചിന്ത മറ്റ് രാജാക്കന്മാരിലും നാടുവഴിയിലും പ്രഭുക്കന്മാരിലൂടെ എടുത്ത് തെറ്റല്ല. അങ്ങനെ ഇരിക്കെ കോഴിക്കോട്ടെത്തിയ വാസ്കോഡി ഗാമയ്ക്ക് കുരുമുളക് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ അറബികളുടെ സ്വാധീനം നിമിത്തവും അറബികളുടെ തെറ്റായ ചില കുപ്രചരണങ്ങൾ അവർ സാമൂതിരിയുമായി കൈമാറിയതുകൊണ്ടും സാമൂതിരിയുടെ ഏകപക്ഷീയവും സ്വാർത്ഥ താല്പര്യമായ ചരിത്രങ്ങളൊക്കെ വിദേശികളും മലയാളികളുമായവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. അവരുടെ സഹായം വളരെ അത്യാവശ്യമായതുകൊണ്ട് സൈനികമായും മറ്റ് രാജാക്കന്മാരെ കീഴ്പ്പെടുത്താനുള്ള പലതരത്തിൽ അറബികളെ തങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന ധാരണയിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ചിലരെയും ഹൈന്ദവരായ തങ്ങളുടെ സ്ത്രീകളെ അറബികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ ചില കുടുംബങ്ങളെ തന്നെ മതം മാറ്റിയത് ഈ സാമൂതിരിയുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ ക്രൈസ്തവർ മാത്രം മതം മാറ്റുന്നു എന്ന് പറഞ്ഞ് ഈ ഇല്ലാത്ത വിപ്ലവം ഉണ്ടാകുമ്പോൾ പഴയ ചരിത്രമൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞാനിത് ഓർപ്പിച്ചാണ്. അതിൽ കുപിതനായ ഗാമയും സംഘവും തുറമുഖത്ത് അതിക്രമങ്ങൾ ഉണ്ടാക്കുകയും പലരും തീയിടുകയും ചെയ്യും. ചില ഭണ്ഡാരശാലകളൊക്കെ തീയിട്ടതും ചരിത്രത്തിലുണ്ട്. ഇതറിഞ്ഞ കൊച്ചി രാജാവ് വാസ്കോഡി ഗാമയും സംഘത്തെയും വരവേറ്റത് കേരള ചരിത്രത്തിൽ പുതിയൊരു സംഭവവും കേരള സമൂഹത്തിൻ്റെ ജാതി മത ആചാരങ്ങൾ നിമിത്തം യാതൊരു പുരോഗതിയോ സമ്പത്തോ ഇല്ലാതിരുന്നതിന് വ്യതിയാനം വരുത്തിയതാണ് പിന്നെ കാണുന്ന ചരിത്രം. പിന്നത്തേത് മറച്ചു വെക്കാൻ പറ്റാത്ത ചരിത്രമാണ്. ആരൊക്കെ മൂടി വെച്ചാലും ഭാഷയിലൊരു പ്രയോഗമുണ്ടല്ലോ, ചിലർ വരുമ്പോൾ ചരിത്രം മാറും. അതെ, ഗാമ വന്നത് ചരിത്രം മാറ്റി. ഗാമ സ്വയം ചരിത്രം മാറ്റാനല്ല വന്നത്. അദ്ദേഹം ഇമ്മാനുവൽ എന്ന പോർച്ചുഗീസ് രാജാവിൻ്റെ വ്യക്തിയായി അദ്ദേഹം അയച്ച ഒരു മെസ്സഞ്ചറായി കച്ചവടത്തിലാണ് വന്നെങ്കിലും ഇവിടുത്തെ സ്വദേശികരും ഇവിടുത്തെ അന്നുള്ള അറബികളും മുസ്ലിമുമായിട്ടുള്ള ചില ഉരസലും സംഘർഷങ്ങളും നിമിത്തം തങ്ങൾക്ക് നിലനിൽക്കുവാൻ വേണ്ടി ഒരു കാര്യത്തിനാണ് കൊച്ചി രാജാവ് അവരെ എന്ന് വെച്ചാൽ ചെണ്ട കൊട്ടിയും അന്നത്തെ നിലയിലുള്ള ഏറ്റവും മഹത്തായ ഒരു സ്വാഗതം നൽകി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് എഗ്രിമെൻ്റ് വെച്ചതാണ് ചരിത്രമായി മാറിയത്.